നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നന്ദ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവന്തികയുടെ കാര്യമാണെങ്കിൽ എനിക്കത് കേൾക്കണമെന്നില്ല. അവളിവിടെ ചെയ്ത് കൂട്ടിയതെല്ലാം അച്ഛനും കണ്ടതല്ലേ. അവന്തികയും നീയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. പക്ഷേ ഈ വീട്ടിൽ ആദ്യമായി കടന്നു വന്ന മരുമകളാണ് അവന്തിക. അത് നീ മറക്കരുത്. അച്ഛാ, നമുക്കെല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. അതിൽ സന്തോഷം മാത്രം വേണമെന്ന് ഞാൻ പറയുന്നില്ല. സങ്കടവും കാണും. പക്ഷേ നമ്മുടെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത വേദനകൾ മാത്രം തരുന്ന ബന്ധങ്ങൾ തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇപ്പോ അവന്തിക ഇങ്ങനെ ചെയ്യാൻ കാരണം നീയാ. അത് അച്ഛൻ്റെ തെറ്റിദ്ധാരണയാ. അവളുടെ അതിബുദ്ധി കൊണ്ടാ അവളിപ്പോൾ ഇങ്ങനെ ചെയ്തത്. എടാ, നീ എഴുതാപ്പുറം വായിക്കണ്ട. എടാ, ഒരു പെൺകുട്ടിയുടെ മനസ്സെന്താണെന്ന് നിനക്കറിയാമോ? ഈ കുടുംബത്തിൽ അവളിപ്പോൾ അനുഭവിക്കുന്ന പ്രഷർ എത്ര വലുതാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റൂ? ആതിരയ്ക്കും അർച്ചനയ്ക്കും കുട്ടികളായി. ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ അവൾക്കും വലിയ ആഗ്രഹമുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് നീയാ. ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാനുള്ള മാനസികമായ തയ്യാറെടുപ്പിലല്ല ഞാനിപ്പോൾ. എടാ, ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമ്മാനാ, നമ്മുടെ ജീവിതത്തിന്റെ തുടർച്ചയാ. മക്കളില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരുടെയൊക്കെ ജീവിതം അവസാന കാലത്ത് നരകതുല്യമായിരിക്കും. നിനക്കും അവന്തിയയ്ക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനത് അന്വേഷിച്ചിട്ടുമില്ല. പക്ഷേ എത്രയും വേഗം അതെല്ലാം പറഞ്ഞ് പരിഹരിക്കണം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ആ ഡോക്ടറെ കാണണം. എനിക്കത് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. അവളെ ഒഴിവാക്കി ജീവിക്കാമെന്ന് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ ഈ വീടിന്റെ മരുമകൾ തന്നെയായിരിക്കും. ഇനി ഒരിക്കൽ കൂടി നീ കാരണം അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇടവരരുത്. വന്നാൽ ഞാൻ ചിലപ്പോ കഠിനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തെന്ന് വരും. അച്ഛൻ്റെ തീരുമാനം എന്തായാലും ഞാനത് അനുസരിക്കും. പക്ഷേ ഇനിയെങ്കിലും എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണം. അതുമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് തടസ്സം നിൽക്കുന്നത് എന്തായാലും ഞാനത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ ചെയ്യും. ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹവും ബഹുമാനവും ആർക്കും തിരിച്ചു കൊടുക്കാൻ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഒരു കുട്ടിയുണ്ടാവുന്നത് മാത്രമല്ലല്ലോ ജീവിതം. അതിനേക്കാളേറെ വലുത് ജീവിച്ചിരിക്കുന്ന കാലത്തെ മനുഷ്യന് സന്തോഷമല്ലേ. കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് പേര് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലോ അച്ഛാ. ഞാനും അതുപോലെ ഒരാളാണെന്ന് കരുതിയാൽ മതി. പിന്നെ അവസാന കാലത്ത് എനിക്ക് കർമ്മം ചെയ്യാനൊരു സന്തതി വേണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ സ്വയം പിണ്ടം സമർപ്പിച്ചോളാം. എനിക്ക് വേണ്ടി ഞാൻ ബലിയിട്ടാലും ആത്മാവിന് മോശം കിട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.